9-ാം തീയതി കേരളം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. വളരെ സ്പഷ്ടമായ ഒരു നിലപാടാണ് കേരളത്തിലെ ജനത സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ LDF കൊണ്ടുവന്ന വികസന കാര്യങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വീണ്ടും ഒരു LDF സർക്കാർ, മൂന്നാമത്തെ LDF സർക്കാർ വരണം എന്നാണ് ഈ നാട്ടിലെ ജനതയുടെ ആവശ്യം. അത് മാത്രമല്ല, ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് ശവം തൂക്കികളും കേരള ജനതയും തമ്മിലുള്ള ഒരു മത്സരമാണ്. തീർച്ചയായും കേരള ജനത, ഈ നാടിന്റെ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ LDF ആണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഐതിഹാസികമായ മൂന്നാമത്തെ LDF സർക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. മറ്റൊരു ചോദ്യം കൂടി, മലയോര പ്രദേശത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ നേരിടുന്നത് ഈ വന്യജീവികളുടെ ആക്രമണമാണ്. പക്ഷെ അതിനെതിരെ സംസ്ഥാന സർക്കാർ ഒന്നും നിലവിൽ ചെയ്തിട്ടില്ല എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കോൺഗ്രസിന്റെ ആരോപണം ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നതാണ്. അത് കർഷക വിരുദ്ധമായി കൂടുതൽ ശക്തിപ്പെടുത്തിയത് രാജീവ് ഗാന്ധിയും മറ്റ് കോൺഗ്രസ് സർക്കാരുകളും BJP സർക്കാരുകളുമാണ്. ഇന്ന് അതിൽ ഭേദഗതി വേണം എന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ പ്രിയങ്ക ഗാന്ധിയും മറ്റും അതിനെതിരെയാണ്. കേരളത്തിൽ കാട്ടുപന്നികളെ കൊല്ലാനുള്ള അനുവാദം, അതിന്റെ ഒപ്പം തന്നെ ഒരു നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് ഇതിൽ കർഷകരെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് LDF സർക്കാർ കൈവരിച്ചത്. മറ്റ് സംസ്ഥാനങ്ങൾ, തൊട്ടടുത്ത കർണാടകയിലും മറ്റ് BJP കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും അവിടെ ഇതിനേക്കാളും വലിയ രീതിയിൽ ഈ പ്രശ്നം നിലനിൽക്കുന്നു. എന്ത് കാര്യമാണ് കോൺഗ്രസും BJP അവിടെ ചെയ്തത് എന്ന് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു.